ഹലോ ഗൈസ്, വെൽക്കം ടു സോയ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് ട്രേസിംഗ് വീല്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് സംഭവം ഇരിക്കുന്നത്. ഒരു പിടിയൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു വീലുണ്ട്. നമുക്കിങ്ങനെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം ഷാർപ്പാണ് അതിൻ്റെ എഡ്ജസ് ഒക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സംഭവം കിട്ടുന്നത് കേട്ടോ. ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഷോപ്പിൽ ഇതിന് എത്രയാണ് റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. ഓൺലൈൻ വാങ്ങിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് തോന്നുന്നു. കുറേ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടേപ്പും ചോക്കും എടുക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ എപ്പോഴും. അത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിൻ്റെ രണ്ടിൻ്റെയും യൂസൊക്കെ. അപ്പോൾ ഇത് ഞാൻ ദേ ഇങ്ങനെ പിടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. തിരിച്ച് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്കിതാണ് കംഫർട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ട്രേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്കിന് വരയ്ക്കുമ്പോഴുള്ള ഒരു മാർക്കൊക്കെ ഇല്ലേ, അപ്പോൾ അതേപോലൊരു മാർക്ക് നമുക്ക് മെറ്റീരിയലിൽ കിട്ടും. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിവിടെ 2 പാടുണ്ട്. നമ്മൾ ആ ഒരു ഡോട്ടായിട്ട് ഞാൻ ആദ്യം വരച്ചതും ഇത് രണ്ടാമത് വരച്ചതുമായിട്ട് 2 പാടുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അടിയിൽ വരെ നമുക്കിത് ട്രേസ് ചെയ്തിട്ട് ആ ഒരു മാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത്, ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്യിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു പോയിൻ്റ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഏറ്റവും താഴത്തെ ലെയറിൽ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാത്തത്. ഞാൻ ഈ ഒരു പേപ്പറിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ മെറ്റീരിയൽ ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണെന്ന് വിചാരിക്കുക. നമുക്ക് എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ലൈനിൽ കൂടെ ഇതേപോലെ പുറമേ നമ്മളൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ ഏറ്റവും ടോപ്പിലും നമുക്ക് ഇതേപോലെ കിട്ടും. അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലിലും ഏറ്റവും ലാസ്റ്റ് വരെ നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടും. മനസ്സിലായോ? അതിൻ്റെ ഒരു ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ ലെയറിൽ വരെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും വരയ്ക്കേണ്ട, ടേപ്പ് എടുത്ത് എപ്പോഴും അളന്നുള്ളത് നോക്കുകയും വേണ്ട. അപ്പോൾ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇതേപോലെ ഒരു ചുരിദാർ നമ്മൾ വരച്ചിട്ടേക്കുവാണെന്ന് വിചാരിക്കുക. ഞാനൊന്ന് ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ അതിൻ്റെ പുറമേ കൂടെ ഏറ്റവും താഴെ വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം, ആം ഹോളിൻ്റെ എൻഡ് മാർക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ചെസ്റ്റ് അളവ്, ഹിപ്പ് അളവ് എല്ലാം അതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സ്ലിറ്റിൻ്റെ ആ ഒരു പോയിൻ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഒന്ന് കുറച്ച് കൂടുതൽ നേരം അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ ആ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുന്ന സമയത്തും പിന്നെ ഡാറ്റൊക്കെ നമ്മൾ വെക്കില്ലേ, അങ്ങനെ ടക്ക് വെക്കുന്ന സമയത്തൊക്കെ ആ ഒരു പോയിൻ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ ചുമ്മാ ഒരു ടക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. റഫായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച് വെച്ചു. അപ്പോൾ ഇതിൻ്റെ പുറമേ കൂടെ അപ്പുറത്തെ സൈഡിൽ വരുന്ന രീതിയിൽ നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാം. ടേപ്പും അല്ലാണ്ട് നമുക്ക് ചോക്കൊന്നും യൂസ് ചെയ്തിട്ട് അപ്പുറത്ത് എക്സ്ട്രാ വരയ്ക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു പാടുണ്ടാകും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അതിൽ കാണിക്കാൻ പറ്റുന്നില്ല. പ്രിൻസസ് കട്ടിൻ്റെ നമ്മൾ ഇതേപോലെ കർവൊക്കെ വരയ്ക്കുമല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ വശത്തെ തുണിയിലും ട്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം സമയമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലാഭിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത് കേട്ടോ, കുറേ ഐറ്റംസ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.